ഡാ 24 മണിക്കൂർ ഫോണിൽ കളിച്ചോണ്ടിരിക്കാത്ത ശരീരം ഇങ്ങോട്ടൊന്ന് കളി വാ. അണ്ണാ ഞാൻ ചുമ്മാ ഗെയിം കളിച്ചോണ്ടിരുന്നല്ല. നിങ്ങൾ ഈ ലക്ഷ്യ PSC കോച്ചിങ് സെന്റർ എന്ന് കേട്ടിട്ടുള്ള? അത് ഭയങ്കര ഫേമസ് അല്ലേ? എന്നാ പിന്നെ ഇതൂടെ കേട്ടോ. അവർ പുതിയതായിട്ട് ഒരു കീടിലെ ആപ്പ് ഇറക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു ക്ലാസ് റൂം ആംബിയൻസ് ഫീൽ ചെയ്യും. കറക്റ്റ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ മോനും ഇത് ഡൗൺലോഡ് ചെയ്താണ് പഠിക്കുന്നത്. കണ്ടാ എടാ ഇത് നല്ല പൈസ ആവൂലേ? ഇല്ലില്ല, ആദ്യഘട്ട പരീക്ഷയ്ക്ക് ചെറിയൊരു എമൗണ്ട് ആവത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ 500 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ മെയിൻസിന്റെ ക്ലാസ് കൂടെ കിട്ടും. 500 രൂപയുള്ള 25 രൂപയ്ക്കും 30 രൂപയ്ക്കും ക്ലാസ് ഉണ്ട്. പിന്നെ ഇവരുടേത് പക്ക സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇംഗ്ലീഷിനും മലയാളത്തിനും മാത്സിനും പ്രത്യേകം കോഴ്സുകളും ഉണ്ട്. പിന്നെ ഇവരുടെ സെന്ററിൽ നിന്ന് ഒരുപാട് പേര് PSC ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാം ആണ് ഇവരുടെ വേറൊരു പ്രത്യേകത. ഡെയിലി എക്സാം, വീക്കിലി എക്സാം, പ്രീവിയസ് പേപ്പർ എക്സാം, അങ്ങനെ തുടങ്ങി എക്സാമിന്റെ ഒരു ചാകര തന്നെയുണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സാമിന്റെ കോഴ്സ് മാത്രം മതിയെങ്കിൽ അത് സെപ്പറേറ്റ് കൊടുക്കാം. പിന്നെ ഈ ഡിഗ്രി ലെവൽ പോലീസ്, എക്സൈസ് അങ്ങനെയുള്ള യൂണിഫോം കോഴ്സുകൾക്ക് വേറെയും ക്ലാസ്സുകളുണ്ട്. ഇനി എന്തിനു വെയിറ്റ് ചെയ്യുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ പോരെ. പിന്നെ LP10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. പറടാ. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു.
അവളായിരുന്നു ഞങ്ങളുടെ വീടിന്റെ സന്തോഷവും ഐശ്വര്യവും എല്ലാം. അവളെ ശല്യപ്പെടുത്തിയ ഒരുത്തിനെതിരെ അവൾ പരാതി കൊടുത്തു. അതിന്റെ പേരിൽ ആശുപത്രിയിൽ നിന്നും മടങ്ങിയതിന്റെ പിറ്റേന്നാൾ അവള് പോയി. ഒരിക്കലും തിരിച്ചു വരാത്ത പോക്ക്. രാജ്കുമാർ, അവനാണ് എന്റെ കുഞ്ഞിനെ സ്കൂളിൽ വെച്ച് അന്ന് അവനെ കൂട്ടുനിന്ന മറ്റവളെയും പക്ഷെ നീ എന്തിനാ സാറിനെ കൊല്ലാൻ നോക്കിയത്? ആ കേസ് അന്വേഷിച്ച രാജ്കുമാറിനെ നിഷയെ രക്ഷപ്പെടുത്തിയ പോലീസ് ഓഫീസർ ഞാനായതുകൊണ്ട്. ആസിഡ് ഒഴിച്ച് പണ്ടാറടങ്ങിയ നിന്റെ പെങ്ങളില്ലേ, അന്നവള് ചത്തില്ലായിരുന്നെങ്കിൽ അവളെ ഞാൻ കൊന്നേനെ. വെറുതെ അങ്ങ് കൊല്ലില്ല, നന്നായി റേപ്പ് ചെയ്ത് കൊന്നേനെ. അല്ലെങ്കിലേ അവള് തെളിവുമായിട്ട് ഇങ്ങ് വന്നേനെ, നിന്റെ പെങ്ങളെ. അതിന് പ്രതികാരം ചെയ്യാറങ്ങിയിരിക്കുക. ഈ പുന്നാര മോനെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി കോടതി ഹാജരാക്കുക.
ഒരു സ്ട്രോങ് ചായ അടിയണം. സുരക്ഷ നല്ലൊരു മനുഷ്യനായിരുന്നു. മരിച്ചിട്ട് 1 വർഷമായി. നമുക്ക് കിട്ടിയ കൊട്ടേഷൻ കിഡ്നാപ്പിംഗ് അല്ലേ? അതിപ്പോ പോലീസ് ജീപ്പിൽ നിന്നാണെങ്കിൽ കുഴപ്പമുണ്ടോ?